നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിയന്ത്രണങ്ങളിൽ അയവ് വരുത്താനുള്ള ഗൾഫ് രാഷ്ട്രങ്ങളുടെ തീരുമാനം കോവിഡ് കേസുകളുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത്രയും കടുത്ത നിയന്ത്രണങ്ങളിൽ ഇനിയും മുന്നോട്ടു പോയാൽ അത് ജനങ്ങളുടെ മാനസികാവസ്ഥയെ പോലും സാരമായി തന്നെ ബാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. എല്ലാ അഭിപ്രായങ്ങളും രോഗവ്യാപനവും കണക്കിലെടുത്താണ് യാത്രാ നിയന്ത്രണങ്ങളിലും മറ്റും ഇളവുകൾ അനുവദിച്ചത്. സൗദിയിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന മന്ത്രാലയത്തിന് കീഴിലുള്ള വകുപ്പുകൾക്ക് ഇളവുകൾ നൽകിയതായി മന്ത്രാലയം അറിയിച്ചിരുന്നു. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ഖത്തറും വിദ്യാലയങ്ങളിലെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിക്കാൻ തീരുമാനിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ്. രാജ്യത്തെ സ്കൂളുകളിലും കിൻഡർ ഗാർഡനുകളിലും ഏർപ്പെടുത്തിയിട്ടുള്ള കോവിഡ് നിയന്ത്രണങ്ങളിൽ ഞായറാഴ്ച മുതൽ ഇളവ് അനുവദിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഖത്തറിലെ പൊതു സ്വകാര്യ സ്കൂളുകളിലും കിൻഡർ ഗാർഡനുകളിലും 12ഉം അതിൽ താഴെയും പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് മാസ്കുകൾ ഒഴിവാക്കാൻ അനുവാദം നൽകി. മാസ്കുകൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവയുടെ ഉപയോഗം തുടരാമെന്നും അധികൃതർ വ്യക്തമാക്കി. വാക്സിൻ എടുക്കാത്ത വിദ്യാർത്ഥികൾക്ക് ആഴ്ചതോറുമുള്ള ആന്റിജൻ റാപ്പിഡ് ടെസ്റ്റ് വീടുകളിൽ നിന്ന് നടത്തുന്ന മുൻ നിശ്ചയിച്ച നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തുടരാവുന്നതാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ മറ്റെല്ലാ കോവിഡ് മുൻകരുതലുകളും പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൗദിയിൽ പഠന സമയങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളുടെ സമയങ്ങളിലും വിദ്യാർത്ഥികൾക്കിടയിൽ സാമൂഹിക അകലം പാലിക്കുന്നത് നിർബന്ധമല്ലെന്നാണ് സൗദി ഉത്തരവിൽ വ്യക്തമാക്കിയത്. വിദ്യാർത്ഥികളെ വിവിധ സംഘങ്ങളാക്കി തിരിച്ചുകൊണ്ട് ക്ലാസുകളിലേക്ക് പ്രവേശനം അനുവദിക്കുന്ന രീതിയും ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്നു. വിദ്യാലയങ്ങളിൽ 3ാം സെമസ്റ്റർ ആരംഭിക്കുന്നത് മുതൽ ഈ തീരുമാനം നടപ്പിലാക്കുമെന്നാണ് അധികൃതർ വിശദമാക്കിയത്. അങ്ങനെ സൗദിയിലെയും ഖത്തറിലെയും ഇളവുകളുടെ കാര്യം പരിശോധിച്ചാൽ ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയിലേക്കും കടന്നിരിക്കുകയാണ്. ഇനി പരിമിതമായ നിയന്ത്രണങ്ങൾ മാത്രമാണ് ഈ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത്. ഇതും വരും ദിനങ്ങളിൽ അപ്പാടെ എടുത്തുകളയുമോ എന്ന് കണ്ടുതന്നെ അറിയണം. അതേസമയം ഖത്തറിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം നടപടികൾ ശക്തമാക്കുന്നത് തുടരുകയാണ്. നിയമം ലംഘിച്ച 346 പേർ കൂടി കഴിഞ്ഞ ദിവസം പിടിയിലായതായി അധികൃതർ അറിയിച്ചിരുന്നു. ഇവരിൽ 326 പേരെയും മാസ്ക് ധരിക്കാത്തതിന്റെ പേരിലാണ് അധികൃതർ പിടികൂടിയിരിക്കുന്നത്. മൊബൈലിൽ ഇഹ്തിറാസ് ആപ്ലിക്കേഷൻ ഇല്ലാതിരുന്നതിനും ആളുകളെ അധികൃതർ പിടികൂടിയിട്ടുണ്ട്. പിടിയിലായ എല്ലാവരെയും തുടർ നടപടികൾക്കായി പ്രോസിക്യൂഷന് കൈമാറി. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ ഖത്തറിൽ ഇതുവരെ ആയിരക്കണക്കിന് ആളുകളാണ് ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പിടികൂടി പ്രോസിക്യൂഷന് കൈമാറിയിട്ടുള്ളതെന്നാണ് വിവരം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.